എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് വർക്ക്ഷീറ്റാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് നോക്കാം. ക്ലാസ് 2 ഇംഗ്ലീഷ് വർക്ക്ഷീറ്റാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് വർക്ക്ഷീറ്റിൻ്റെ പാർട്ട് 1 മുതൽ പാർട്ട് 4 വരെ ചാനലിൽ ലഭ്യമാണ്. കൂട്ടുകാർ അത് കണ്ട് ഈ ആക്ടിവിറ്റികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ആക്ടിവിറ്റി കാർഡ് നമ്പർ 1. ഇവിടെ ഡെക്കറേറ്റ് സച്ചിൻസ് ഹൗസ്. ഇവിടെ നൽകിയിരിക്കുന്ന സാധനങ്ങൾ ബലൂൺസ്, കളർ ബൾബ്, സ്റ്റാർസ്, ഫ്ലവേഴ്സ്, ഫെസ്റ്റൂൺസ് ഇവ വെച്ച് താഴെ നൽകിയിരിക്കുന്ന ഹൗസ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക. ആദ്യം ട്രീയിൽ യെല്ലോയും റെഡും സ്റ്റാർസ് വെക്കുക. അതുപോലെ ഫെസ്റ്റൂൺസ് ഹൗസിൻ്റെ മുകളിൽ വെക്കുക. പിന്നെ കുറച്ച് ബ്ലൂ ഗ്രീൻ റെഡ് ബലൂൺസ് വോളിൽ ഒട്ടിക്കുക. അതുപോലെ ഫിക്സ് സം ഫ്ലവേഴ്സ് ഓൺ ദി വോളിൽ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് അവയ്ക്ക് പെയിൻറ്റ് അടിക്കുക. ലാസ്റ്റിൽ ഹാങ് ദി കളർ ബൾബ്സ് ഓൺ ദി ട്രീ. മരത്തിൽ കുറച്ച് കളർ ബൾബുകൾ തൂക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അവയെല്ലാം ഏകദേശം ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ നോക്കി വരച്ച് ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ആക്ടിവിറ്റി കാർഡ് നമ്പർ 2 ആണ്. ആദ്യം നമുക്കൊരു സ്റ്റോറി വായിക്കാം. ബിസി ബി. തിരക്കേറിയ ഈച്ച. ദിസ് ഈസ് എ ബിസി ബി. ബിസി ബി ഈസ് എ ഹണി ബി. ഇതൊരു ബിസി ബി ആണ്. അതൊരു തേൻ നുകരുന്ന ഈച്ചയാണ്. ഓൾ ഹിസ് ഫ്രണ്ട്സ് ആർ അറ്റ് ഹോം ബട്ട് ബിസി ബി ഈസ് ഔട്ട്. എല്ലാ കൂട്ടുകാരും വീട്ടിലിരിക്കുമ്പോൾ രാത്രിയിൽ ബിസി ബി വെളിയിലേക്ക് ഇറങ്ങുന്നു. ബിസി ബി ഈസ് ഔട്ട് ടു ഫൈൻഡ് ഹണി. ഈ സമയത്ത് അത് വെളിയിലിറങ്ങിയത് തേൻ കണ്ടുപിടിക്കാനാണ്. ബിസി ബി ഫൈൻഡ്സ് ഹണി അറ്റ് നൈറ്റ്. സാധാരണയായി ബിസി ബി രാത്രിയിലാണ് തേൻ കണ്ടുപിടിക്കാറ്. അതർ ബീസ് ഫൈൻഡ് ഹണി ഓൺലി ഇൻ ഡേ. സാധാരണ ഈച്ചകൾ രാവിലെ തേൻ കണ്ടുപിടിക്കുമ്പോൾ ബിസി ബി രാത്രിയാണ് തേൻ കണ്ടുപിടിക്കുന്നത്. ഹണി ഓഫ് ദിസ് വാട്ടർ ലില്ലി ഈസ് സോ സ്വീറ്റ് സേസ് ബിസി ബി. വാട്ടർ ലില്ലിയിലെ തേൻ കുടിച്ചുകൊണ്ട് പറയുന്നതാണ് ഈ ലില്ലി പുഷ്പത്തിലെ തേന് വളരെയധികം സ്വാദുണ്ട്. നൗ ഹീ ഈസ് ഓൺ അനദർ ഫ്ലവർ. ദ ഫ്ലവർ ഈസ് ഓൾസോ ഗുഡ് സേസ് ബിസി ബി. ബിസി ബി ഈസ് ബിസി ഡ്രിങ്കിങ് ഹണി. അടുത്ത പുഷ്പത്തിൽ പോകുന്നു, തേൻ കുടിക്കുന്നു. അപ്പോഴും പറയുന്നു ഈ തേനും വളരെ രുചിയുണ്ടെന്ന്. അതുപോലെ ഓരോ പൂവിൽ നിന്നും മാറി മാറി ബിസിയായി അത് തേൻ കുടിക്കുകയാണ്. ബിസി ബി ഡ്രാങ്ക് എ ലോട്ട് ഓഫ് ഹണി. അങ്ങനെ ഓരോ പൂക്കളിൽ നിന്ന് കുടിച്ചു കൊടുത്ത് ബിസി ബി ധാരാളം തേൻ കുടിച്ചു. ബിസി ബീസ് ബെല്ലി ഈസ് ഫുള്ളി. ഇറ്റ് ഈസ് ലൈക്ക് എ ബലൂൺ. ഓ ഐ ക്യാനോട്ട് മൂവ്. തേൻ കുടിച്ച് കുടിച്ച് അതിൻ്റെ വയർ ഒരു ബലൂൺ പോലെ വീർത്തു. ഓ ഐ ക്യാനോട്ട് മൂവ്. ബിസി ബി പറയുകയാണ്, ഓ എനിക്ക് നീങ്ങാൻ കഴിയുന്നില്ല. ഹിസ് ഫ്രണ്ട്സ് കെയിം. ദേ ടുക്ക് ബിസി ബി ബാക്ക് ഹോം. അങ്ങനെ ബിസി ബിയുടെ കൂട്ടുകാർ വന്നാണ് ബിസി ബിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഫസ്റ്റ് ആക്ടിവിറ്റി ഇതാണ്. വാട്ട് ആർ ദേ ടോക്കിംഗ്. ബിസി ബി ലില്ലി ഫ്ലവറിൽ നിന്ന് ഹണി കുടിച്ചപ്പോൾ അവിടെ ഒരു ഫ്രോഗ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു തവള. അപ്പോൾ അവർ തമ്മിൽ നടത്തിയ സംഭാഷണം, കോൺവെർസേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ബിസി ബി, വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദിസ് ഡാർക്ക് നൈറ്റ്. ബിസി ബി, ഈ കൂരിൽ നിറഞ്ഞ രാത്രിയിൽ നീ ഈ പൂവിൻ്റെ മുകളിലിരുന്ന് എന്ത് കാണിക്കുകയാണ്. ഐ ആം ഡ്രിങ്കിങ് ഹണി ഫ്രോം ദിസ് ലില്ലി ഫ്ലവർ. ഞാൻ ഈ അതിമനോഹരമായ ലില്ലി പുഷ്പത്തിൽ നിന്ന് തേൻ കുടിക്കുകയാണെന്നാണ് ബിസി ബി ഫ്രോഗിന്, തവളയ്ക്ക് കൊടുത്ത റിപ്ലൈ. നെക്സ്റ്റ് സി. വാട്ട് ഈസ് ബിസി ബി തിങ്കിങ്. ദ ബിസി ബീസ് ബെല്ലി ഈസ് ഫുൾ. ഹി കാനോട്ട് മൂവ്. അപ്പോൾ തൻ്റെ വയറ് നിറഞ്ഞപ്പോൾ ബിസി ബി മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഭാരപ്പെട്ടു. അപ്പോൾ അവൻ ചിന്തിച്ചത് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. മൈ ബെല്ലി ഈസ് ഫുൾ. എൻ്റെ വയറ് വല്ലാതെ നിറഞ്ഞിരിക്കുന്നു. ഹൗ ക്യാൻ ഐ ഫ്ലൈ ഹോം നൗ. ഇനി എങ്ങനെയാണ് പറന്ന് വീട്ടിൽ പോകാൻ സാധിക്കുക. വിൽ എനിവൺ ഹെൽപ്പ് മീ. ആരേലും എന്നെ സഹായിക്കുമോ. ഓ ലോഡ്, വാട്ട് ക്യാൻ ഐ ഡു. എൻ്റെ ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും. ഇത്രയൊക്കെ ചിന്തകളാണ് ബിസി ബിയുടെ മനസ്സിലൂടെ പോയത്. കൂട്ടുകാർ ഇത് എഴുതി ചേർക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് ഫൈൻഡ് ദ ഡിഫറൻസ്. ഇവിടെ 2 പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഒരു പിക്ചറിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ രണ്ടാമത്തെ പിക്ചറിനകത്തും അതിനേക്കാൾ വേറെ വ്യത്യാസമുണ്ട്. മൂണുണ്ട്, സണ്ണുണ്ട്, ഒരു ബി ഉണ്ട്, 3 ബി ഉണ്ട്, ഒരു ബേർഡുണ്ട്, ബേർഡില്ല. അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. താഴെ നമുക്ക് ഈ പിക്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ 2 കോളമുണ്ട്. പിക്ചർ 1, പിക്ചർ 2. അവ ഇപ്രകാരമാണ് എഴുതി വരുമ്പോൾ, പിക്ചർ 1ൽ മൂൺ ഈസ് ഷൈനിങ് ഇൻ ദി സ്കൈ. ചന്ദ്രൻ മാനത്ത്. അപ്പോൾ പിക്ചർ 2ൽ സൺ ഈസ് ഷൈനിങ് ഇൻ ദി സ്കൈ. സൂര്യനാണ് മാനത്ത്. ഇറ്റ് ഈസ് നൈറ്റ് ടൈം. പിക്ചർ 1ൽ രാത്രി സമയമാണ്. പിക്ചർ 2ൽ ഡേ ടൈമാണ്. പിക്ചർ 1ൽ ദർ ഈസ് ഓൺലി 1 ബി. ഒരു ഈച്ച മാത്രമാണ് അതിനകത്തുള്ളത്. പിക്ചർ 2വിനകത്ത് 3 ഈച്ചകളാണ് ഉള്ളത്. അടുത്തത് ദർ ഈസ് നോ ബേർഡ് ഇൻ ദി പിക്ചർ. പിക്ചർ 1ൽ പക്ഷികളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ദർ ആർ സം ബേർഡ്സ് ഇൻ ദി പിക്ചർ. പിക്ചർ 2വിൽ കുറച്ച് ബേർഡ്സ് കാണാം. ലാസ്റ്റ് പിക്ചർ 1ൽ ആ പിക്ചർ എന്ന് പറയുന്നത് ഇച്ചിരി ഡാർക്ക് പിക്ചറാണ്, ഇച്ചിരി ഇരുണ്ടിരിക്കുന്നു മുഴുവനായി. എന്നാൽ
പിക്ചർ 2 എന്ന് പറയുന്നത് ബ്രൈറ്റ് പിക്ചറാണ്, വെള്ള നിറത്തിലാണ്, മറ്റേത് കറുത്ത നിറത്തിലാണ്. ഇത്രയും ഡിഫറൻസാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് നമ്പർ 3 ആണ്. ഇവിടെ ഒരു മൗസ് ആൻഡ് ദി പെൻസിൽ എന്നൊരു സ്റ്റോറി ഉണ്ട്. വൺ ഡേ എ ലിറ്റിൽ മൗസ് വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ടു ഈറ്റ്. ഹി ഫൗണ്ട് എ പെൻസിൽ. ഒരു ദിവസം എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കി നടന്ന ഒരു കുഞ്ഞനെലിക്ക് ഒരു പെൻസിൽ കിട്ടി. ലെറ്റ് മീ ഗോ ക്രൈഡ് ദി പെൻസിൽ. എന്നെ വിടുവെന്ന് പെൻസിൽ അവനോട് പറഞ്ഞു. ഐ ആം ഓൺലി എ പീസ് ഓഫ് വുഡ്. ഞാനൊരു മരത്തിൻ്റെ കഷ്ണമാണ്. ഐ ആം നോട്ട് ഗുഡ് ടു ഈറ്റ്. ഞാൻ ഭക്ഷിക്കാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞു. ഐ ആം ഗോയിങ് ടു ഈറ്റ് യു സെഡ് ദി മൗസ്. ഞാൻ നിന്നെ കഴിക്കാൻ പോവുകയാണെന്ന് എലിക്കുഞ്ഞ് പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് ബിറ്റ് ദ പെൻസിൽ ഹാർഡ്. ഓ യു ആർ ഹർട്ടിങ് മീ സെഡ് ദ പെൻസിൽ. അത് പറഞ്ഞ് പതുക്കെ കടിച്ചപ്പോൾ നീ എന്നെ വേദനിപ്പിക്കുന്നുവെന്ന് പെൻസിൽ തിരിച്ചു പറഞ്ഞു. ലെറ്റ് മീ ഡ്രോ വൺ ലാസ്റ്റ് പിക്ചർ ആൻഡ് ദെൻ യു ക്യാൻ ഈറ്റ് മീ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനത്തെ ഒരു ചിത്രം കൂടെ വരച്ചോട്ടെ, അത് കഴിഞ്ഞ് നീ എന്നെ കഴിച്ചോവെന്ന് പെൻസിൽ പറഞ്ഞു. ഓക്കെ ഡ്രോ സംതിങ് സെഡ് ദ മൗസ്. അങ്ങനെയാണെങ്കിൽ നീ എന്തേലും വരച്ചോവെന്ന് പെൻസിലോട് പറഞ്ഞു. ദ പെൻസിൽ ഡ്രോസ് എ ബിഗ് സർക്കിൾ ആൻഡ് 2 സ്മോൾ സർക്കിൾസ് ഇൻ ഇറ്റ്. ആ ബോർഡിൽ ഒരു വലിയ സർക്കിളും 2 ചെറിയ സർക്കിളും പെൻസിൽ ആദ്യം വരച്ചു. ദെൻ ദ പെൻസിൽ ഡ്രൂ 2 സർക്കിൾസ് ബിലോ ദി സ്മോൾ വൺസ്. ആ ചെറിയ വട്ടങ്ങൾക്ക് താഴെ 2 ചെറിയ സർക്കിളുകൾ വരച്ചു. ഇറ്റ് ലുക്സ് ലൈക്ക് കുക്കുംബർ സെഡ് ദി മൗസ്. ഇത് കണ്ടിട്ടൊരു കുക്കുംബർ പോലെ ഇരിക്കുന്നല്ലോ എന്ന് എലി പറഞ്ഞു. ദ പെൻസിൽ ഡ്രോ ഓൾസോ 2 ലിറ്റിൽ ട്രയാങ്കിൾസ് ഓൺ ദി ഫസ്റ്റ് സർക്കിൾ. അത് കഴിഞ്ഞ് ആ വലിയ സർക്കിളിൻ്റെ മുകളിലേക്ക് 2 ചെറിയ ത്രികോണങ്ങളും വരച്ചു ചേർത്തു. നൗ യു ആർ മെയ്ഡ് ഇറ്റ് ലുക്ക് ലൈക്ക് എ ക്യാറ്റ് സ്റ്റോപ്പ് ഡ്രോയിങ് സെഡ് ദ മൗസ്. ഇപ്പോൾ അതൊരു എലി പോലെ ആയല്ലോ, നിൻ്റെ വര നിർത്തുമെന്ന് എലി പറഞ്ഞു. ബട്ട് ദ പെൻസിൽ വെൻറ്റ് ഓൺ ആൻഡ് ഡ്രോ ലോങ് വിസ്കേഴ്സ് ആൻഡ് മൗത്ത്. എലി പറയുന്നത് കേൾക്കാതെ അതിൻ്റെ മുഖത്തെ രോമവും അതിൻ്റെ വായുമൊക്കെ വരച്ചു ചേർത്തു. ആൻഡ് ദ മൗസ് ക്രൈഡ് ഔട്ട് ഇൻ ടെറർ ഇറ്റ്സ് എ റിയൽ ക്യാറ്റ് ഹെൽപ്പ് ഹെൽപ്പ്. പക്ഷേ അവസാനം വരച്ചു ചേർന്നപ്പോൾ അതൊരു യഥാർത്ഥ പൂച്ച പോലെ തോന്നി. സഹായിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞ് എലിക്കുഞ്ഞു പറഞ്ഞ് ഓടി. ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്. ഹൂ സെഡ് ദീസ്. ഇവിടെ കുറച്ച് വേർഡ്സ്, അതായത് ഡയലോഗ്സ് നൽകിയിട്ടുണ്ട്. അതാര് പറഞ്ഞു എന്ന് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാം. ഐ ആം ഓൺലി എ പീസ് ഓഫ് വുഡ്. അത് പറഞ്ഞത് പെൻസിലാണ്. ഐ ആം ഗോയിങ് ടു ഈറ്റ് യു. അത് മൗസാണ് പറഞ്ഞത്. ലെറ്റ് മീ ഡ്രോ വൺ ലാസ്റ്റ് പിക്ചർ. അതും പറഞ്ഞത് പെൻസിലാണ്. ഇറ്റ് ലുക്ക് ലൈക്ക് കുക്കുംബർ. അത് പറഞ്ഞത് മൗസാണ്. ഇറ്റ് ഈസ് എ റിയൽ ക്യാറ്റ്. അത് മൗസാണ് പറഞ്ഞത്. സ്റ്റോപ്പ് ഡ്രോയിങ്. അതും മൗസാണ് പറഞ്ഞത്. ഓക്കെ ഡ്രോ സംതിങ്. അതും മൗസാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മൗസും പെൻസിലുമാണ് ഡയലോഗ്സ് പറഞ്ഞത്. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡിൻ്റെ 4 ആണ്. ദ ലിറ്റിൽ മൗസ് ആൻഡ് ദി മദർ. ആ നമ്മുടെ കുഞ്ഞനെലി അതിൻ്റെ മാളത്തിലേക്ക് ഓടിച്ചു ചെന്നു. അപ്പോൾ അമ്മ അതിനെ കണ്ടുകൊണ്ട് ചോദിച്ചു, നീ എന്താ പേടിച്ച് ഓടി വന്നിരുന്നപ്പോൾ അവർ തമ്മിൽ നടത്തിയ കോൺവെർസേഷൻ എഴുതാനാണ് ആക്ടിവിറ്റി. നമുക്ക് ആ കോൺവെർസേഷൻ നോക്കാം. മദർ മൗസ് വാട്ട് ഹാപ്പൻ മൈ ഡിയർ. ലിറ്റിൽ മൗസ് എ ക്യാറ്റ്. മദർ മൗസ് വെയർ ഈസ് ഇറ്റ് ഫോളോയിങ് യു. ലിറ്റിൽ മൗസ് നോ ഇറ്റ് ഈസ് ഓൺ എ ബോട്ട്. മദർ മൗസ് ഓൺ എ ബോട്ട്. ലിറ്റിൽ മൗസ് ടുഡേ I got a special pencil. Mother Mouse, did the pencil draw the cat? Little Mouse, yes mother. Mother Mouse, don't worry dear, it's just a picture. Little Mouse, I got frightened by it. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡിന് ബാക്കിയാണ്. ഇവിടെ കൂട്ടുകാർക്ക് ഒരു ക്യാറ്റിനെ എങ്ങനെ വരയ്ക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നൽകിയിട്ടുണ്ട്. ഡ്രോ എ സർക്കിൾ ഫോർ ഹെഡ്, ഡ്രോ അനദർ സർക്കിൾ ക്ലോസ് ടു ഇറ്റ്, ഡ്രോ ദി ടൈൽ, ഡ്രോ ദി ഇയേഴ്സ്, ഡ്രോ ദി ഐസ്, മൗത്ത്, നോസ് ആൻഡ് വിസ്കേഴ്സ്, ഡ്രോ ദി ഫീറ്റ്. ഇത്രയും കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു ക്യാറ്റിനെ കൂട്ടുകാർക്ക് വേഗം വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു സ്റ്റോറിയുണ്ട്. കിക്കു ദ ക്രോ. കിക്കു എന്ന് പറയുന്ന കാക്ക. റെമ ആൻഡ് കിക്കു ദ ക്രോ ആർ ഗുഡ് ഫ്രണ്ട്സ്. രമയും കിക്കുവും കാക്കയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. റെമ വിസിറ്റ് കിക്കു എവറി മോർണിംഗ്. രമ എന്നും രാവിലെ കിക്കുവിനെ കാണാൻ പോകുമായിരുന്നു. ഷീ ഓൾവേസ് ടോക്ക് ടു കിക്കു എബൌട്ട് ഹെർ അങ്കിൾ ഹൂ ലിവ്സ് ഇൻ ദ സിറ്റി. സിറ്റിയിൽ താമസിക്കും അങ്കിളിനെ പറ്റി കിക്കുവിനോട് പറയുമായിരുന്നു. കിക്കു സെഡ് ഐ വിൽ വിസിറ്റ് ദ സിറ്റി വൺ ഫൈൻ മോർണിംഗ്. ഹി വെൻറ്റ് ടു ദ സിറ്റി. കിക്കു പറഞ്ഞു ഞാൻ സിറ്റി പോയി, പട്ടണം പോയി ഒരു ദിവസം കാണും. അങ്ങനെ ഒരു ദിവസം രാവിലെ അവൻ പട്ടണത്തിലേക്ക് പോയി. ഹി വാസ് ടയർഡ് ഫ്ലൈയിങ് ഓൾ ഓവർ ദി സിറ്റി. പട്ടണത്തിലൂടെ പറന്ന് ക്ഷീണിതനായിരുന്നു അവൻ. ഫൈനലി ഹി സാറ്റ് ഓൺ എ വയർ. അവസാനം ഒരു വയറിൽ അവൻ ഇരുന്നു. ബോ 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 എ ഡോഗ് സ്റ്റാർട്ടർ ബാക്കിംഗ് അറ്റ് കിക്കു. ഒരു പട്ടി വന്ന് കിക്കുവിനെ കണ്ടതും കുരയ്ക്കാൻ തുടങ്ങി. ഹി ഫ്ലൂ ആൻഡ് ഫൗണ്ട് എ ബിഗ് ട്രീ. പറന്ന് തൊട്ടടുത്തുള്ളൊരു മരം അവൻ കണ്ടു. കാ 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 ദേ കം ദി സിറ്റി ക്രോസ് ചേസിങ് ഹിം അവേ. പെട്ടെന്ന് തന്നെ പട്ടണത്തിലുള്ള കാക്കകൾ വന്നവനെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. കീ 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 ക്രൈഡ് കിക്കു. കിക്കു
കീക്കി പാടി കരയാൻ തുടങ്ങി. ഹി വെൻ ബാക്ക് ടു ഹിസ് ഫ്രണ്ട്സ് ഇൻ ദി വില്ലേജ്. പെട്ടെന്ന് തന്നെ തൻ്റെ ഗ്രാമത്തിലേക്ക്, തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് കിക്കു പറന്നു. രമ വാസ് ഹാപ്പി ടു സീം. തിരിച്ചു വന്ന കിക്കുവിനെ കാണാൻ രമയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ഇത്രയുമാണ് കഥ. മാച്ച് ദി ഫോളോയിങ് എന്നൊരു ആക്ടിവിറ്റി ഉണ്ട്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സ്റ്റോറിയിൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുക. കിക്കു വാസ് രമാസ് ഫ്രണ്ട്. അപ്പോൾ ഹായ് കിക്കു. രമ വാണ്ട് ടു വിസിറ്റ് ദി സിറ്റി. ഐ വിൽ വിസിറ്റ് ദി സിറ്റി. കിക്കു വാസ് ഫ്രൈറ്റൻഡ് ടു സീ ദി ഡോഗ്. ബോ ബോ ബോ. ദി ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ് അറ്റ് കിക്കു. ദ സിറ്റി ക്രോസ് ഡിഡ്ന്റ് ലൈക്ക് കിക്കു. കാ കാ കാ. ഹു ആർ യു? ഗോ എവേ. ആക്ടിവിറ്റി നമ്പർ 5 ആണ് മേക്ക് ആൻ ആൽബം. ഇവിടെ ഒരു ആൽബം ഉണ്ടാക്കാനാണ്. സിറ്റിയിൽ ധാരാളം മരങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ആർ ദർ ട്രീസ് അറൗണ്ട് യുവർ ഹൗസസ്? കൂട്ടുകാരുടെ വീടിന് ചുറ്റും മരങ്ങളില്ലേ? റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ട്രീസ് അറൗണ്ട് യുവർ ഹൗസ്. ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദോസ് ട്രീസ് ഇൻ ദി സർക്കിൾ. കൂട്ടുകാരുടെ വീടിന് ചുറ്റുമുള്ള വലിയ മരങ്ങളുടെ പേരെഴുതി ചിത്രം വരയ്ക്കാനാണ് ആൽബം ആക്ടിവിറ്റി. ഈ നൽകിയിരിക്കുന്നവയിൽ ട്രീസ് നടുക്കെഴുതി ഇങ്ങനെ ഓരോ ട്രീസിൻ്റെ പേരെഴുതി അവയുടെ ചിത്രവും വരയ്ക്കാൻ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, നീം ട്രീ, ഗുവാവ ട്രീ, കോക്കനട്ട് ട്രീ, അരക്കനട്ട് ട്രീ. ഇത്രയും ട്രീസ് അല്ല, ധാരാളം ട്രീസ് കൂട്ടുകാരുടെ വീടിനടുത്തുകൊണ്ട് അവയുടെ പേരെഴുതി ട്രീസ് വരച്ച് ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ക്ലാസ് 2 ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് വർക്ക്ഷീറ്റ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. ഇത് പാർട്ട് 5 ആണ്. ചാനലിൽ പാർട്ട് 1 മുതൽ പാർട്ട് 4 വരെ അവൈലബിൾ ആണ്. കൂട്ടുകാർ ചാനലിൽ പോയി അതുകൂടെ ചെയ്ത് ഫുൾ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.